ഈ കോൺഗ്രസ്സിൽ എന്താണ് സംഭവിക്കുന്നത്? പത്മജ പോയി, ഇപ്പം മുരളി വടകരയിൽ നിന്ന് കുറ്റിയും പറിച്ച് തൃശ്ശൂർക്ക് വരുന്ന അവസ്ഥയുണ്ടാകുന്നു. മുരളിക്ക് വേണ്ടി പ്രതാപൻ ചുവരെടുത്ത് നടന്നു. അത് സുരേഷ് ഗോപിയെ പേടിച്ചിട്ടാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കും എന്നാണ് കോൺഗ്രസിൻ്റെ തന്നെ കണക്കുകൂട്ടൽ. സുരേഷ് ഗോപിയെ നേരിടാൻ TN പ്രതാപൻ പോരാ, കുറച്ചുകൂടെ വെയിറ്റുള്ള ആളായിരിക്കണം. TN പ്രതാപൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ജോക്കർ കളിക്കും ഇടയ്ക്കിടയ്ക്ക്, ഒരു ഗൗരവമില്ലാതെ പെരുമാറിക്കളയും, അനാവശ്യമായിട്ട് പുകഴ്ത്തും, വല്ലാതെ ഇകഴ്ത്തും. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് അല്ലാത്തൊരു സ്വഭാവം TN പ്രതാപനുണ്ട്. ആ സ്വഭാവം മോശമെന്നല്ല ഞാൻ പറയുന്നത്, അതാണ് അങ്ങേരുടെ സ്വഭാവം. ഇത് ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുകയില്ല. ഇപ്പോൾ വ്യക്തിപരമായിട്ട് എന്നോട് ചോദിക്കുക, സുരേഷ് ഗോപിയെ മാറ്റി നിർത്തുക, സുനിൽകുമാർ ജയിക്കണോ TN പ്രതാപൻ ജയിക്കണോ എന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് ഞാൻ പോലും പറയും സുനിൽകുമാർ ജയിച്ചാൽ മതി. അല്ല, എന്താ TN പ്രതാപന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ബഹളിയും ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഒരു തൃപ്തിയില്ല, ഒരു ഗൗരവമില്ല. കഴിഞ്ഞ വട്ടം ജയിച്ചില്ല, ശരിയാണ്, പല ഈക്വേഷൻസ് കൊണ്ടൊക്കെയാണല്ലോ ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. ഇത്തവണ ആ തമാശകൾ നടക്കില്ല എന്ന് കോൺഗ്രസ്സിന് മനസ്സിലായി. അതുകൊണ്ടാണ് കോൺഗ്രസ് മുരളീധരനെ കൊണ്ടുവന്നത്. പ്രതാപൻ ഒരുപാട് ആശിച്ച് ജാഥയൊക്കെ നടത്തി, കൊരട്ടി മുത്തിക്ക് ഒരു കൊലയും കൊണ്ട് കൊടുത്തു. അതൊക്കെ ശരി. ആ കൊലയിൽ എത്ര പഴമുണ്ടായിരുന്നു അതൊന്നും അന്വേഷിക്കേണ്ടതാണ്. അത് BJP-ക്കാർ ചോദിക്കുന്നില്ല. ഈ സുരേഷ് ഗോപി കൊടുത്ത കിരീടത്തിൽ എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ BJP-ക്കാരൻ തിരിഞ്ഞു ചോദിക്കേണ്ടത് നീ കൊടുത്ത കൊലയിൽ പഴം എത്ര ഉണ്ടായിരുന്നടാ എന്ന് ചോദിക്കണ്ടേ? ഇരിക്കട്ടെ, അത് ഇല്ല. ഈ തൃശ്ശൂർ മുരളീധരൻ വന്നതിന് പുറകിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. വടകര സീറ്റ് LDF-ന് ഏകദേശം ഇവർ വിട്ടുകൊടുത്തു. വടകരയിൽ ഈ TP ചന്ദ്രശേഖരൻ കേസ് വീണ്ടും ലൈവൊക്കെ ആയി കഴിഞ്ഞപ്പോൾ LDF തോറ്റുപോകും എന്നുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ആ ഭീഷണി LDF-നെ സംബന്ധിച്ചോളം പ്രസ്റ്റീജ് സീറ്റാണ് വടകര. ബാക്കി എല്ലാം തോറ്റാലും അവർക്ക് കുഴപ്പം. വടകര എന്ന് വെച്ചാൽ TP ചന്ദ്രശേഖരനെ തോൽപ്പിക്കുക. ശൈലജ ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് CPM-ൽ. അതുണ്ട്, ബട്ട് അതിലും വലുതാണ് ഈ TP ചന്ദ്രശേഖരൻ്റെ ഇഷ്യൂ. TP ചന്ദ്രശേഖരന് വടകരയിൽ LDF തോൽക്കുക എന്ന് പറഞ്ഞാൽ TP ചന്ദ്രശേഖരൻ്റെ മുമ്പിൽ തോൽക്കുക എന്നുള്ളതാണ്. അതവർക്ക് താങ്ങാൻ പറ്റില്ല. അത് ശൈലജയ്ക്ക് അനുഗ്രഹമായി. അത് ഒരു അനുഗ്രഹമായി. ഇവർ ഷാഫി പറമ്പിലിനല്ലേ അവിടെ നിർത്താം. ഷാഫിയാണ്. എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേച്ചർ വൈസ് ശൈലജയുടെ ഒപ്പം ഷാഫി വരില്ല. BJP എനിക്ക് തോന്നുന്നില്ല BJP വടകര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നോ അങ്ങനെയൊന്നും. അത് തേർഡായിട്ട് കലാശിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ വടകര കൊടുത്തിട്ട് തൃശ്ശൂർ വാങ്ങിക്കാണും എന്നാണ്. മാത്രമല്ല CPM-ന് നഷ്ടമൊന്നുമില്ല, തൃശ്ശൂർ CPI-ക്കാരനാണല്ലോ. അതെ, അതൊരു ബലിമൃഗമാണ്. അങ്ങനെ ആവാനാണ് സാധ്യത. ഇപ്പോഴെനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് സുനിൽകുമാർ തോൽക്കും. സുനിൽകുമാർ ഭാഗ്യം കൊണ്ടോ എന്തുകൊണ്ടോ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പിലും സുനിൽകുമാർ ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടില്ല. ഇത്തവണ ആ നറുക്ക്, തോൽവിയുടെ നറുക്ക് സുനിൽകുമാറിന് വീഴുന്നു. സുനിൽകുമാറിൻ്റെ വോട്ട് മുരളിക്ക് ട്രാൻസ്ഫർ ചെയ്യും സബ്സ്റ്റാൻഷ്യൽ. സുനിൽകുമാറിൻ്റെ എന്ന് വെച്ചാൽ CPM-ൻ്റെ വോട്ട് നേമത്ത് കണ്ടതാണ്. BJP-യുടെ ആകെയുള്ള സീറ്റ് നഷ്ടപ്പെടുത്താൻ വേണ്ടി. ഒറ്റ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി വോട്ട് പിടിക്കും എന്നുള്ളതാണ്. ഈ വോട്ട് ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലമല്ല സുനിലെ, പിടിക്കപ്പെടും. അതെ അതെ. ഈ വാട്സാപ്പിൽ മെസ്സേജ് കൊടുത്ത് ഫോൺ ചെയ്ത് ഇങ്ങനെയൊന്നും വോട്ട് മറിക്കാൻ പറ്റില്ല. പാർട്ടി കേഡർമാരെ സെലക്ട് ചെയ്ത് ഓരോ സ്ഥലത്തും ഒരു 10 പേര്, ഒരു ബൂത്തിൽ 10-20 പേരെ വെച്ച് അതുപോലും ലീക്ക് ചെയ്യും. ഈ 3 പേരിൽ കൂടുതൽ ഒരു രഹസ്യം ഭൂലോകത്ത് നിൽക്കില്ല. ഈ രഹസ്യങ്ങളുടെ സ്വഭാവം പണ്ട് മുതലേ സോക്രട്ടീസിൻ്റെ കാലം മുതൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാക്സിമം നിങ്ങൾക്കൊരു രഹസ്യം സൂക്ഷിക്കാൻ 3 പേരിൽ ഷെയർ ചെയ്താൽ ചിലപ്പോൾ നിൽക്കും. അത് തന്നെ ഡേഞ്ചറാണ്. 3-ൽ കൂടുതലായി കഴിഞ്ഞാൽ അതെപ്പോൾ പരസ്യമായി എന്ന് വിചാരിച്ച് നോക്കിയാൽ മതി. ഇതാണ് ഇപ്പോൾ വോട്ട് മറിക്കൽ പഴയ പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ഒരു പ്രവർത്തകനും ഒരു പാർട്ടിയോടും 100% ലോയൽറ്റി ഒന്നും ഇപ്പം ഇല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ മാരാരിക്കുളത്ത് അച്യുതാനന്ദനെ ഇവർ തോൽപ്പിച്ചപ്പോൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ പളനി ടി കെ പളനിയും ഇന്ന ആൾക്കാരും ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് അന്വേഷണം വെച്ച് കണ്ടുപിടിച്ച് പുറത്താക്കി. എന്നിട്ട് പോലും പളനി സമ്മതിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ
അവരത് ട്രേസ് ചെയ്തു. ഇപ്പം അതൊന്നും സാധ്യമല്ല. ഇപ്പം അങ്ങനെ ലോയൽറ്റി ഉള്ള ഒരാളും ഒരു പാർട്ടിയിലും ഇല്ല. പ്രവർത്തകർക്ക് പാർട്ടിയോട് ലോയൽറ്റി എന്ന് പറയുന്നത് ഒരു 75% 70% ഒക്കെ ഉള്ളൂ. 30% എല്ലാവരും അല്പം തരികിടകളാണ്. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. ഇപ്പോൾ ടി ജി, നമ്മളിപ്പോൾ പറഞ്ഞത് പരസ്പര വിരുദ്ധമായിപ്പോയി. ആദ്യം നമ്മൾ പറഞ്ഞത് മുരളിയെ തോൽപ്പിക്കാനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ക്രോസ് വോട്ട് ചെയ്ത് മുരളിയെ ജയിപ്പിക്കാനാണെന്ന് പറഞ്ഞു. ഇതിൽ ഏതിനാണ് സാധ്യത കൂടുതൽ? അല്ല, മുരളിയെ തോൽപ്പിക്കാനെന്ന് ഞാൻ പറഞ്ഞില്ല. സുനിൽകുമാറിനെ തോൽപ്പിക്കാൻ. വടകര LDFന് കൊടുത്തിട്ട് ഇവിടം UDF എടുക്കും, തൃശ്ശൂർ. അപ്പോൾ അതിന് മുരളി വരണം, CPMൻ്റെ വോട്ടും കിട്ടണം. അങ്ങനെ സുനിൽകുമാർ തോറ്റു പോകുന്നു. അപ്പോൾ മുരളി ജയിക്കുന്നു, സുരേഷ് ഗോപി തോൽക്കുന്നു. ഇതാണ് മുരളിക്ക് കാലങ്ങളായി CPM മറിക്കുന്നു, നേമത്ത് മറിച്ചു കൊടുക്കുമല്ലോ. കൊടുക്കും. ഞാൻ ആകെ പറഞ്ഞത് ഈ വോട്ട് മറിക്കൽ പഴയ പോലെ എളുപ്പമല്ല. അവിടെയാണ് സുരേഷ് ഗോപി സ്കോർ ചെയ്യാൻ പോകുന്നത്. പഴയ പോലെ ഇങ്ങനെ ആളെ പറഞ്ഞ് 5-10 വോട്ട് മറിച്ചാൽ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മറിയാൻ പോകുന്നില്ല. ഇപ്പോൾ പൊതുവേ ചെയ്യുന്നത്, ഞാൻ രാഷ്ട്രീയത്തിൽ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്, വോട്ട് മറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗങ്ങൾ ക്യാൻസൽ ചെയ്യും. കുടുംബയോഗം വയ്ക്കും, ക്യാൻസൽ ചെയ്യും. അതിനർത്ഥം വി ആർ നോട്ട് സീരിയസ്. ചില പ്രത്യേക സ്ഥലത്ത് പോസ്റ്ററുകൾ കീറും. അത് ചോദിക്കാൻ ആരും വരില്ല. സാധാരണ പോസ്റ്റർ കീറിക്കഴിഞ്ഞാൽ എന്തോ അച്ഛനെ തല്ലിയ പോലെയാണ് പ്രതികരിക്കാറുള്ളത്. ആരും ചോദിക്കും, എന്താ ഇത്, ഒന്നും അനക്കൊന്നുമില്ലല്ലോ. അതൊരു സിഗ്നലാണ്. അവർ കാൻഡിഡേറ്റ് ഈസ് നോട്ട് സീരിയസ് എന്ന് നമ്മുടെ തന്നെ ആൾക്കാർക്ക് സിഗ്നൽ പോകും. ബാക്കിയുള്ളവർക്കും മനസ്സിലാവും ഇത് എന്തൊക്കെയോ കുഴപ്പമാണ്. അങ്ങനെയാണ് ഇൻഡയറക്ട്ലി വോട്ടുകൾ മറിക്കുന്നത്. അപ്പോൾ മുരളി വരുന്നത് സുരേഷ് ഗോപിക്ക് ഒരു വലിയ ഭീഷണിയാണ്. ഭീഷണിയാണ്. കാരണം വോട്ട് മറിക്കാൻ CPM തീരുമാനിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഒരു ഭീഷണിയാണ്. പക്ഷേ ഈ സാധനം എക്സ്പോസ് ചെയ്ത് ഈ ഇക്വേഷൻ ഇവരിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് മുൻകൂട്ടി സുരേഷ് ഗോപി ജനങ്ങളോട് പറയണം. അതല്ലെങ്കിൽ സിറ്റിംഗ് MPമാർ എല്ലാ സ്ഥലത്തു നിന്നും മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടും പുതച്ചുമൂടി കിടക്കുകയായിരുന്നു കോൺഗ്രസ്സുകാർ. അല്ല, പ്രതാപൻ എന്തൊക്കെ ചെയ്തു? പ്രതാപൻ ഒരു പദയാത്ര നടത്തി. പ്രതാപന് ചെയ്യാനൊന്നുമില്ല. പിന്നെ അവസാനം ഉണ്ടായിരുന്നതാണ് ഈ കൊല കൊണ്ടുപോയി കാഴ്ചവെക്കുന്നത്. അതും ചെയ്തു. അറിയാത്ത കാര്യമുണ്ട്. ഏറ്റവും നല്ല ഭരണഘടനയാണ് ഖുറാൻ എന്ന് പറഞ്ഞു. ഞാൻ താടി പഠിക്കാത്തത് ഇസ്ലാമിനോടുള്ള കൂറുകൊണ്ടാണ്, അതുകൊണ്ടാണ് എൻ്റെ മകന് ആഷിഖെന്ന് പേരിട്ടതും ഇതിനോടുള്ള കൂറുകൊണ്ടാണെന്നൊക്കെ പ്രസംഗിച്ചു പ്രതാപൻ. കൊല കൊടുക്കൽ മാത്രമല്ല. എന്തുവായിക്കോട്ടെ, സിറ്റിംഗ് MPമാർ നിൽക്കും എന്ന് പറഞ്ഞിട്ട് ഈ 2 സ്ഥലത്ത് മാറ്റാൻ കാര്യം എന്താ? വടകരയിലും തൃശ്ശൂരും. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളത് ഏകദേശം കോൺഗ്രസിന് ഉറപ്പാണ്, CPIക്ക് ഉറപ്പാണ്, LDFന് ഉറപ്പാണ്. അപ്പോഴാണ് ഈ പരിപാടി ഇതൊരു ലാസ്റ്റ് മിനിറ്റ്, അവരുടെ ആത്മവിശ്വാസം ഇല്ലായ്മയാണ് ഈ മുരളി ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങോട്ട് മാറുന്നത്. ഇത് സുരേഷ് ഗോപി തുറന്ന് കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ജനങ്ങളുടെ മുമ്പിൽ. തമാശ എന്ന് പറയുന്നത്, ഇന്നലെ അർദ്ധരാത്രിയോടെ ഈ തീരുമാനം വന്നു. നമ്മുടെ പത്മജയുടെ നാടകീയമായ മാറ്റം ഒക്കെ വന്നതിന് ശേഷം ഈ തീരുമാനം വന്നിട്ട് മുരളി ഏതാണ്ട് ഇന്ന് ഒരു 11 മണി വരെ പ്രതികരിക്കാനില്ലാതെ വീടിനകത്ത് കയറി കഥകടച്ചിരിക്കുകയായിരുന്നു. അല്ല, മുരളിക്ക് അതൊരു ഷോക്കായിരുന്നു ഒരു പക്ഷേ. കാരണം മുരളിയുടെ അനിയത്തി ഇങ്ങനൊരു സ്റ്റെപ്പ് എടുക്കുമെന്ന് മുരളി വിചാരിച്ചില്ല. അവർ നമുക്ക് 110 കുറ്റം അവരെ പറ്റി പറയാം. പക്ഷേ ഒരു കാര്യം നോക്ക്, കരുണാകരൻ കോൺഗ്രസ് വിട്ടു, പത്മജ വിട്ടില്ല. മുരളി കോൺഗ്രസ് വിട്ടു, പത്മജ വിട്ടില്ല. ഷി വാസ് ലോയൽ ടു ദ പാർട്ടി ഓൾ ടുഗദർ. അതാണ് അവർക്ക് ഏറ്റവും വലിയ ഖേദം. ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ പിന്നെയും സ്ഥാനാർത്ഥിയാകുന്നു, ജയിക്കുന്നു, തോൽക്കുന്നു. അവർ പൊളിറ്റിക്സിലെ വലിയ ആൾക്കാർ. പത്മജ വേണുഗോപാലിനെ ഒരു ബഫൂണായിട്ട് അതിലെ ഇല്ലാത്ത അങ്ങനെ ഇങ്ങനെ അവർ സീരിയസ് ആയിട്ട് എടുക്കുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെ അവർ റിവോൾട്ട് ചെയ്യുന്നു. ഈ റിവോൾട്ട് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. റിവോൾട്ട് ചെയ്യുന്നവർക്കൊക്കെ ചെന്ന് കയറാൻ BJP വാതിൽ തുറന്നിട്ടിരിക്കുക, ഇങ്ങനെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം. റിവോൾട്ട് ചെയ്ത ആളിനെ റിവോൾട്ട് ചെയ്യാൻ കുറേ കാരണങ്ങളുണ്ടാവാം. അത് അധാർമികമാണെന്ന് നിങ്ങൾക്ക് വാദിക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും അയാൾ പുറത്തിറങ്ങി BJPയിൽ വന്നു കഴിഞ്ഞാൽ ആ BJPയുടെ കുരുക്കിൽപ്പെട്ട് പിന്നെ മുന്നോട്ട് പോവുകയാണ്. അയാൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, കുറഞ്ഞ പക്ഷം ഉടനെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് പത്മജയുടെ പോക്ക് ഒരു പോക്കാണ്. ഇത് മുരളിക്ക് താങ്ങാൻ പറ്റിയ കാര്യമല്ല. ഇനിയിപ്പോൾ പത്മജ ആർക്കെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? സാധാരണ ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. നല്ല ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ
എന്തെങ്കിലും അതൊക്കെ പറഞ്ഞ് താനം തരാം, അങ്ങനെയല്ല അത് തെറ്റുപറ്റിപ്പോയതാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുകൊണ്ട് ഇത് സാധ്യമല്ല. ബി ജെ പിയിലേക്ക് കയറി കഴിഞ്ഞാൽ അതൊരു വൺ വേ ആണ്, തിരിച്ചു വരൽ സാധ്യമല്ല. മാത്രമല്ല മുരളി മത്സരിക്കുമ്പോൾ ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് വേണ്ടി പത്മജ ഇറങ്ങേണ്ടി വരും. ഇറങ്ങണമല്ലോ. പത്മജ വയനാട്ടിൽ മത്സരിക്കുന്നു എന്നും കേൾക്കുന്നുണ്ട്, അഭ്യൂഹങ്ങൾ ഒരുപാടുണ്ട്. അതുകൂടാതെ ബി ജെ പി ഇപ്പം നടത്തുന്ന ഓപ്പറേഷൻസ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. മുൻ MLA രാജേന്ദ്രനെ അവർ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. ആരുടെയൊക്കെ അടുക്കളപ്പുറത്ത് ബി ജെ പിയുടെ അല്ലെങ്കിൽ അമിത്ഷായുടെ ചാരന്മാർ നിൽക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് ഇത് അഖിലേന്ത്യാ തലത്തിൽ ഭീകരമായിട്ട് നടന്നു. അല്ല, അതിലൂടെ ബി ജെ പി എന്താ ലക്ഷ്യമിടുന്നത്? വോട്ട് കിട്ടുക, ഭരണം പിടിക്കുക. പത്മജയ്ക്കും രാജേന്ദ്രനും ഒക്കെ സ്വന്തമായിട്ട് 10 പേരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ പറ്റുമോ? 10 പേരുള്ള വേറെ ആരുടെ എങ്കിലും പേര് പറഞ്ഞേ. ആർക്കായി 10 പേരുള്ളത്? VD സതീശൻ ഒറ്റയ്ക്ക് ഇറങ്ങി എറണാകുളത്ത് നിൽക്കുകയാണ്, അല്ലെ വടക്കംപറവൂർ നിൽക്കുകയാണ്, അവിടെ നിൽക്കുകയുള്ളൂ. 10 പേര് കൂടുക. ജനപിന്തുണയുള്ള നേതാവ് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിൽ ഇല്ലപ്പ. ആന്റണിക്കും കരുണാകരനും ഉമ്മൻചാണ്ടിക്കും ശേഷം അതൊക്കെ അത് കഴിഞ്ഞു. ഇപ്പോൾ റോഡിലിറങ്ങി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കില്ല, ഒരു നാരങ്ങ വെള്ളം മേടിച്ചു തരാൻ ആളുണ്ടാവില്ല. ജനപിന്തുണ എന്ന് പറയുന്നത് കോൺഗ്രസ്സിലെ നേതാക്കൾക്ക് സമ്പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഒറ്റ നേതാവില്ല ജനപിന്തുണയുള്ള ആൾ. ബാക്കി ബിരിയാണിയും ചിലവും ഒക്കെ കൊടുത്തിട്ട് യോഗത്തിന് ആളെ കൊണ്ടുവരുന്നു, എന്നിട്ട് തന്നെ അവർ എണീറ്റ് പോകുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇത് സംഭവിക്കുന്നുണ്ട്. MV ഗോവിന്ദൻ്റെ സംസാരിക്കുന്ന പന്തലിൽ നിന്ന് സ്ത്രീകൾ എണീറ്റ് പോകാനുള്ള ഒരു വരരുതായിരുന്നു, എന്തിനാ മെനക്കെടുത്തുന്നതൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ ചൂടായി. ഇവർ ഇറങ്ങി പുറത്ത് നിന്നു. അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, കൂട്ടുകാർ വരാൻ കാത്തിരിക്കുക, ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നു. ഇതൊക്കെ സംഭവിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ലോയൽറ്റി എന്ന് പറയുന്നത് ഒരു 70-75% ഉള്ളൂ. ജനപിന്തുണ എന്ന് പറയുന്നത് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ആർക്കുമില്ല. LDFലോ UDFലോ. നേരത്തെയൊക്കെ MV രാഘവൻ പ്രസംഗിക്കുന്നു, VS പ്രസംഗിക്കുന്നു. എറണാകുളത്ത് പ്രൈവറ്റ് ബസ്സിന് പുറകിൽ ഒരു സ്ട്രിപ്പ് വരും. VS പ്രസംഗിക്കുന്നു വൈകുന്നേരം രാജേന്ദ്ര മൈതാനിയിൽ. എല്ലാവരും ഓടിപ്പോകും. ഞാനും പോയിട്ടുണ്ട് രാഘവൻ്റെ പ്രസംഗം കേൾക്കാൻ, VSൻ്റെ പ്രസംഗം കേൾക്കാനൊക്കെ. ഇപ്പോൾ VD സതീശൻ പ്രസംഗിക്കുന്നത് വേറെ വർക്കൊന്നും ചെയ്യരുത്, പ്രൈവറ്റ് ബസ്സിന് പുറകിൽ എഴുതി വയ്ക്കുക. എത്ര പേരുണ്ടാവും? 200 പേര്. അതിൽ 100 പേര് അവിടെ കാറ്റ് കൊള്ളാൻ വരുന്നവരാ രാജേന്ദ്ര മൈതാനിയിൽ വൈകുന്നേരം. ഇതാണ് ജനപിന്തുണയുടെ അവസ്ഥ. എല്ലാ നേതാക്കൾക്കും വണ്ടിയിട്ട് ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത്, അതുകൂടാതെ പോക്കറ്റ് മണി 1500 രൂപ, സ്മോള് വേറെ. ഇത് ഞാൻ ഉത്തരവാദിത്തമില്ലാതെ പറയുകയല്ല. ഒരു 5-6 വർഷം മുമ്പ് നടന്ന TV ചർച്ചയിൽ PC ജോർജ് ഉണ്ട്, സെബാസ്റ്റ്യൻ പോളുണ്ട്, പിന്നെ ഒരാൾ കൂടെ കോൺഗ്രസിൻ്റെ ആരുമാണ്. അതിൽ ഈ ആങ്കർ ചോദിച്ചു, ഇങ്ങനെ മദ്യം കൊടുക്കാറുണ്ടോ ജാഥയ്ക്കും സമ്മേളനത്തിനുമൊക്കെ? PC ജോർജ് പറഞ്ഞു, ഉണ്ടല്ലോ, അത് കൊടുക്കാതെ ആളെ കിട്ടുമോ? പ്ലെയിനായിട്ട് പറഞ്ഞു. സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നില്ല. വെച്ചാൽ യെസ് എന്നാണ് എൻ്റെ അർത്ഥം. എല്ലാവർക്കും അറിയാം ഇതൊക്കെ കൊടുത്താണ് ഈ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയാം, ജനപിന്തുണ ഉണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയാൻ പറ്റിയൊരു നേതാവുണ്ട്, നരേന്ദ്രമോദി. നരേന്ദ്രമോദി എറണാകുളത്ത് വരുന്നു പ്രൈവറ്റ് ബസ്സിന് പുറകിൽ എഴുതി ഒട്ടിച്ചു, യു വിൽ ഹാവ് ഹ്യൂജ് ക്രൗഡ്. BJP കാരൊന്നും ചെയ്യണ്ട, വണ്ടിയും കൊടുക്കണ്ട, വള്ളവും കൊടുക്കണ്ട, ബിരിയാണിയും കൊടുക്കണ്ട, ആൾ വന്നു. ഹീസ് ദാറ്റ് ഫേമസ്. ഇപ്പോൾ കേരളത്തിൽ സുരേഷ് ഗോപി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വരും. ഏകദേശം വരും. സുരേഷ് ഗോപിക്ക് ബിയോണ്ട് BJP ഒരു ഇമേജ് ഉണ്ടല്ലോ. ഫിലിം സ്റ്റാറാണ്, ഇപ്പോഴും നല്ല നല്ല സിനിമകൾ ഇറങ്ങുന്നു, ആ ഒരു ഇമേജ്. അപ്പോൾ അതുകൊണ്ട് പത്മജ വേണുഗോപാലിൻ്റെ എത്ര പേരുണ്ട് അവരുടെ കൂടെ, രാജേന്ദ്രൻ്റെ കൂടെ എത്ര പേരുണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ പോക്ക് ഇങ്ങനെയാണ്. ഞാൻ ഇതിലും വലിയൊരു കാര്യം ഞാൻ പറയാം. ഈ അടിയന്തരാവസ്ഥയിൽ തല്ലുകൊണ്ട 2-3 പേര് എന്നെ വിളിച്ചു. ഏകദേശം എൻ്റെ തന്നെ പ്രായമുള്ള മനുഷ്യനാണ്. അന്ന് സമരം ചെയ്ത് തല്ലുകൊണ്ട് ഇതെല്ലാം കരുണാകരനാണ് ഓർഗനൈസ് ചെയ്തത്. ഇപ്പം ആ കരുണാകരൻ്റെ മകളെ ഒരു ഉളുപ്പുമില്ലാതെ BJP എടുക്കുന്നല്ലോ എന്ന് ചോദിച്ച് പരിതപിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ വികാരം മനസ്സിലാവും. അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിൻ്റെ വക്കത്തുകൂടെ രക്ഷപ്പെട്ടു പോയവനാണ് ഞാൻ. ഐ വാസ് നോട്ട് അറസ്റ്റഡ്, എന്നെ ജയിലിലിടുന്നു. ഞാൻ വിദ്യാർത്ഥിയായിരുന്നു, കോളേജ് വിദ്യാർത്ഥിയായിരുന്നു.
എന്തുകൊണ്ടോ ഞാനങ്ങ് രക്ഷപ്പെട്ടു. അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന 1-2 കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു. അവർ എന്നോട് പറഞ്ഞു ഞങ്ങളാണ് രക്ഷിച്ചത് കേട്ടോ. ഞാൻ പറഞ്ഞു ആയിരിക്കാം, എനിക്കറിയില്ല, നിങ്ങളാണ് രക്ഷിച്ചതെങ്കിൽ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യരെയൊക്കെ അന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ക്രൂരമായ മർദ്ദനമാണ്, ഭീകരമായ മർദ്ദനം. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കുക, 1975 ശേഷം ഗംഗയിൽ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. ഇന്ത്യൻ പൊളിറ്റിക്സ് ഹാവ് റാഡിക്കലി ചേഞ്ച്. പണ്ട് നിങ്ങൾ വിചാരിച്ച ഈ ആദർശനിഷ്ഠ, കമ്മിറ്റ്മെൻറ്റ്, ഇതൊന്നും പൊളിറ്റിക്സിൽ ഇപ്പോൾ വലിയൊരു ക്വാളിറ്റിയല്ല. ജനങ്ങൾ പോലും അതൊരു ക്വാളിറ്റി ആയിട്ട് കാണുന്നില്ല. പൊളിറ്റിക്സിൽ നിൽക്കണമെങ്കിൽ ഇപ്പോൾ ഒരുത്തൻ പൊളിറ്റിക്സിൽ ഇറങ്ങുന്നു, ചെറുപ്പക്കാർ, അവൻ്റെ അച്ഛൻ അവനോട് പറയും, എടാ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കണം, അല്പസ്വല്പം വെട്ടിപ്പും തട്ടിപ്പും കുതികാല് വെട്ടുമൊക്കെ അറിയാമെങ്കിൽ രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്ന് അച്ഛൻ മകനെ ഉപദേശിക്കും. ആ കാലമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം മാറി. ബേസിക്കലി ഇവരും മാറിയിട്ടില്ല. ഇവർ പഴയ ആദർശത്തിൽ കരിയറായിട്ട് മാറി. രാഷ്ട്രീയത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക. സ്വന്തക്കാർ വരെ ചോദിക്കും, നീ എത്ര കാലം വേണ്ട രാഷ്ട്രീയം എന്നും പറഞ്ഞ് നടക്കുന്നു, ഇന്ന് വരെ ഒരു മന്ത്രിയായോ ഒരു MLA ആയോ, എന്തിനു കൊള്ളാം നിന്നെ, എങ്ങും എത്താതെ പോയി. ഇങ്ങനൊരു പ്രയോഗമാണ് രാഷ്ട്രീയത്തിൽ. അദ്ദേഹം എങ്ങും എത്താതെ പോയി. അപ്പോൾ എവിടെയോ എത്തേണ്ടതായിരുന്നു. അങ്ങനെ എത്താനാണ് രാഷ്ട്രീയം എന്നുള്ള ചിന്ത. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ബേസിക്സ് മാറി. അപ്പോൾ ഈ വൃദ്ധന്മാർ 1975 തല്ലുകൊണ്ടത് എന്തിനായിരുന്നു? ചരിത്രത്തിൻ്റെ ദശാസന്ധിയിൽ നിങ്ങളുടെ ഡ്യൂട്ടി അതായിരുന്നു അന്ന്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ആ ഡ്യൂട്ടി ഇല്ല. ദ ഹോൾ സിറ്റുവേഷൻ ഹാസ് ചേഞ്ച്. അതുകൊണ്ട് ചാരുകസയിലിരുന്ന് കാഴ്ച കാണുക, അതേ നമുക്ക് ചെയ്യാനുള്ളതെന്നാണ് ഞാൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. ബിക്കോസ് ഫാക്റ്റ് അതാണ്. ബേസിക്സ് ഓഫ് പൊളിറ്റിക്സ് ഹാവ് ചേഞ്ച് ടോട്ടലി. അല്ല, നമ്മുടെ ഈ വർത്തമാനം അവസാനിപ്പിക്കുമ്പോൾ തൃശ്ശൂരാണല്ലോ നമ്മൾ തുടങ്ങിയത്. തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ മത്സരം കൂടുതൽ കടുപ്പമാർന്നതായി മാറുന്നു മുരളി വരുമ്പോൾ എന്നാണോ അതിൻ്റെ സംഗ്രഹം? കുറച്ചുകൂടെ എളുപ്പമാകും ഈ ഇക്വേഷൻ പൊളിച്ചാൽ. ഇത് പച്ചയ്ക്ക് സുരേഷ് ഗോപി എല്ലാ സ്ഥലത്തും പ്രസംഗിക്കണം. ദിസ് ഈസ് ദ ഡർട്ടി പൊളിറ്റിക്സ് വിച്ച് ഈസ് ബീയിങ് പ്ലേഡ് ഇൻ തൃശ്ശൂർ. ഇത് LDFൻ്റെ വോട്ട് മുരളീധരന് മറിച്ചു കൊടുക്കാൻ കരാറായതിൻ്റെ പേരിലാണ് മുരളീധരൻ ഇവിടെ വന്ന് മത്സരിക്കുന്നതെന്ന് തുറന്ന് സുരേഷ് ഗോപി പറയണം. ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഈ പൊളിറ്റിക്സ്. അതും ഒരു പൊളിറ്റിക്സാണ്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. അതൊരു പൊളിറ്റിക്സാണ്. ഓപ്പൺ ദാറ്റ്. എന്നിട്ട് ഇവരെ വെല്ലുവിളിക്കുക, നിങ്ങൾ തമ്മിൽ കരാറില്ലെങ്കിൽ ഇല്ല എന്ന് പറ. സുരേഷ് ഗോപി TG പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.